ഹലോ ഗൈസ്, കാവ്യയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് വരുന്ന വഴിക്ക് സൈറേനെയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാവ്യയുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. ഇന്നാണ് ഉത്സവത്തിന്റെ അവസാന ദിവസം. ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കാവ്യനെയും വിളിച്ച് ഞങ്ങൾ മൂന്നാളും കൂടെ അമ്പലത്തിലേക്ക്. റോഡിലൊന്നും ആളെ കാണാഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആള് കുറവായി. എല്ലാവരും അമ്പലത്തിലുണ്ടായിരുന്നു. അമ്പലത്തിലെത്തിയപ്പോഴല്ലേ മനസ്സിലായത്. ചെന്നാണ് ഒട്ടും താമസിക്കാതെ ഞങ്ങളും കയറി നിൽക്കും. എന്നിട്ട് നല്ല സാമ്പാറും പായസവും ഒക്കെ ആയിട്ട് നല്ലൊരു ഊണൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ പരിസരത്തുള്ള കടകളിലെ സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാന്ന് വെച്ചു. കുട്ടിക്കാലത്ത് കണ്ട അമ്പലപ്പറമ്പ് തന്നെയാണോ ഇപ്പോഴും എന്നറിയാം. അത് തന്നെയായിരുന്നു ഉദ്ദേശം. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാവ്യയുടെ വീട്ടിലെത്തി. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം നട്ടുച്ച വെയിലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് മിച്ചറൊക്കെ കഴിച്ചുകൊണ്ട് കാവ്യയുടെ കലാവിരുതുകൾ കാണുമായിരുന്നു. പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വെയിൽ താന്നൂന്ന് തോന്നിയപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകാം. അവളുടെ വീട് അഴീക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ അവളുടെ വീട്ടിൽ പോയാലും ബീച്ചിലും പോകാറുണ്ട്. അവളുടെ വീട്ടിൽ നിന്ന് വെറും ഒരു 5 മിനിറ്റ് മതി നമുക്ക് ബീച്ചിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ മൂന്നാളൂടി ബീച്ചിലേക്ക് എത്തി. പിന്നെ ബീച്ചിലേക്ക് എത്തിയപ്പോഴത്തേനും ഭയങ്കര വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആണെങ്കിലും നല്ല വെയിൽ വരുമല്ലോ. വെയിലൊക്കെ ഒന്ന് താന്നപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു റീൽസ് ഒക്കെ എടുക്കാം. അങ്ങനെ റീൽസ് ഒക്കെ എടുത്തു. അരമണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷമാണ് എടുത്തത്. അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എടുത്ത റീൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അവിടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് മെയിൻ ആയിട്ടുള്ള ബീച്ചിലേക്ക് പോകാമെന്ന് വെച്ചു. അവിടെ ചെന്ന് ആൾക്കാരുടെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത്രയും ഒരു തിരക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പാനിപ്പൂരിയും കോളിഫ്ലവർ ബജിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കടയിൽ കയറി നമ്മൾ പാട്ടൊക്കെ കേട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഭംഗിയുള്ള ഒരു സൺസെറ്റും കണ്ടിട്ട് നമ്മൾ കാവ്യയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.